Hi everyone, welcome back to my channel. Today we are diving into one of the most powerful yet underrated AWS service, Amazon EFS, Elastic File System. If you have ever needed a fully managed, scalable, shared storage system for your EC2 servers, this is the video you have been waiting for. EFS gives you a single shared file system that multiple EC2 instances can access at the same time, just like a network drive. With automatic scaling, high availability, and built-in durability across availability zones. In this video, I am going to show you what EFS is, why real companies use it, and how you can set it up step by step so servers can share files instantly and reliably. നമുക്ക് ഇ എഫ് എസ് എവിടാന്ന് നോക്കാം. അത് സ്റ്റോറേജിൻ്റെ അകത്ത് ആണ് ഇ എഫ് എസ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഇ എഫ് എസിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ ഞാൻ ഇ എഫ് എസ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനാരിയോ ബേസ്ഡ് ലേണിംഗ് ആയിട്ടാണ്. ഒരു സിനാരിയോയിൽ കൂടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആ സിനാരിയോ ഒന്ന് നോക്കിയിട്ട് വരാം. ഇൻ ദിസ് സിറ്റുവേഷൻ, imagine a company is running a web application. Two EC2 servers, server 1 and server 2. Both server must access the same files, share data in real time, stay in sync even if auto scaling adds more servers. Example of common shared files: website uploads, user profile images, log files, etc. Using a EBS volume won't work because EBS is not shared by default. EBS multi-attach has limitations. Production apps need safe shared file system. User accept the same files on all servers. So the company needs a single shared file system that works with multiple EC2 servers, sync immediately, expand automatically, is fully managed by AWS, support thousands of connections. This is why AWS created EFS, Elastic File System. Okay, we are going through the scenario and explain some of the basics of EFS. So let's do it. നമുക്ക് ആദ്യം ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനതിന് ഇ എഫ് എസ്, ഓക്കെ, ഞാനതിന് മൈ ഇ എഫ് എസ് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ വെറും പേര് മാത്രം കൊടുക്കുന്നു. ഇപ്പം നമ്മൾ വി പി സി ഗ്രൂപ്പ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് കൊടുക്കാം, ക്രിയേറ്റ് ഫയൽ സിസ്റ്റം കൊടുക്കാം. അവിടെ നേരം ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്കൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ നമ്മുടെ ഇ എഫ് എസിന് വേണ്ട ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പാണ്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്, ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുക. ഒരു ഇ എഫ് എസ് കണക്ഷൻ കാര്യങ്ങൾ ഇതെന്തിനൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇ എഫ് എസ് കണക്ഷൻ ഞാൻ പേര് കൊടുത്തു. ചുമ്മാ ആക്സസ് ചെയ്യാനാന്ന് പറഞ്ഞു ഒരു റൂൾ ആഡ് ചെയ്യും. എൻ എഫ് എസ് എന്ന് പറയുന്ന റൂളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പോർട്ട് നമ്പർ 2049 എന്നാണ് എൻ എഫ് എസ് എന്ന് പറയുന്ന റൂൾ ആഡ് ചെയ്ത്. ഒരു ഡിസ്ക്രിപ്ഷൻ ആക്സസ് എന്ന് തന്നെ കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എനിവെയർ ബട്ട് ഓക്കെ IPv4 കൊടുക്കുന്നു. എന്നിട്ട് ഈ റൂൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. പേര് ഓർമ്മയുണ്ടല്ലോ, ഇ എഫ് എസ് കണക്ഷൻ. ഓക്കെ, ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നമുക്കൊരു അപ്പോഴത്തേക്ക് ലോഞ്ച് ആയോ നമുക്ക് കയറി നോക്കാം. നെറ്റ്വർക്ക്, ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പൊക്കെ കയറി വന്നത് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അന്നേരം ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മൂന്നിടത്തും ഇത് ഓട്ടോമാറ്റിക്കലി കയറി വരുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡിഫോൾട്ടായിട്ട് നമുക്ക് വേണ്ടത് ഇ എഫ് എസ് കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്.
EFS കണക്ഷൻ, അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുത്താൽ മതി. EFS കണക്ഷൻ എന്ന് കാണിക്കും. ഓക്കെ, EFS കണക്ഷൻ. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ EFS എന്ന് പറയുന്ന ഈ കാര്യം നമ്മൾ ഓണാക്കി അവൈലബിൾ ആക്കി വെച്ചു. അതേപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്ത് വെച്ചു. അടുത്ത് നമ്മൾ ചെയ്യുന്നത്, ഇനി നമുക്കൊരു EC2 കണക്ഷൻ, EC2 ഇടുക. EC2ൽ നമുക്ക് 2 ഇൻസ്റ്റൻസ് അപ്പാക്കാം. നമുക്ക് സെർവർ 1 എന്നും സെർവർ 2 എന്നും പേരെടുക്കാം. സെർവർ ഓക്കെ, സെർവറിന് പേര് കൊടുത്ത് ഞാൻ സെർവർ 1 എന്ന് മാത്രം പേര് കൊടുക്കുക. 2 ഒരുമിച്ചാണ് ഞാൻ അപ്പാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ആമസോൺ ലിനക്സിൻ്റെ ഒരു ഇതെടുത്തു. ഓക്കെ, ഫ്രീ ടയർ എടുക്കട്ടെ. നമ്മളൊരു കീപ്പർ വേണമെങ്കിൽ കീപ്പർ ജനറേറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എൻ്റെ ഉള്ളത്, അതിൻ്റെ അകത്ത് SSHഉം HTTPയും HTTPSഉം എനേബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പാണത്. വേഡ്പ്രസ് എന്ന പേര് നേരത്തെ ഉപയോഗിച്ചൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ്, അത് ഞാൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താലും മതി. ഇവിടെ 3 ടിക്ക് കൊടുത്താൽ മതി, ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. ഇനി എന്തെങ്കിലും കാര്യം വേണം, ഒരു കാര്യം കൂടെ വേണം. ഈ സബ്നെറ്റ് എന്ന് പറയുന്ന കാര്യം അതുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അതായത് ഇത് സബ്നെറ്റിലാന്ന് നോക്കണം. അതായത് AP South 1A നമുക്ക് അന്നേരം ഒരു പ്രിഫറൻസ് വെച്ച് നോക്കാം. ഇതേ സെയിം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, കിട്ടണം. നമുക്കതങ്ങനെയാണ്. AP South സബ്നെറ്റ്, സബ്നെറ്റ് ഇല്ല, അവൈലബിൾ സോൺ എന്ന് പറഞ്ഞാൽ AP South 1A. അത് 1A അല്ലായിരുന്നു, 1B ആയിരുന്നല്ലേ. ഓക്കെ, 1B അത് കൊടുത്തു. ലോഞ്ചിന് സമയത്ത് ഞാൻ 2 കൊടുക്കുക. ഓക്കെ, 2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തെടുത്തേക്കുന്നു. റണ്ണായിട്ട് വരട്ടെ. ഞാനിവിടെ പേര് ഒരെണ്ണത്തിന് മാത്രം സെർവർ 1ഉം 2ഉം പേര് കൊടുക്കുന്നു. പേര് മാറ്റി കൊടുത്തു. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റൻസ് എല്ലാം അപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് EFS കണക്ഷൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാൻ ഒറ്റ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒറ്റ റൂള് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് NFS ആണ്. NFS എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ EC2ഉം പിന്നെ നമ്മുടെ സ്റ്റോറേജ് ആയ EFSഉം കൂടെ ഒരു കണക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഒരു ലിങ്ക്, അത് തമ്മിലൊരു ലിങ്ക് വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഈ NFS, ആ NFS അതേ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ EFS അപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ EFSൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പും അത് തന്നെ ആയിരിക്കണം. കണ്ടോ, EFS കണക്ഷൻ. ഓക്കെ, നമുക്കിനി അടുത്തതിലോട്ട് പോകാം. നമുക്കിനി വേണ്ടത്, നമുക്ക് ഈ നമ്മുടെ ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റൻസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അപ്പാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നെടുത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണക്റ്റ് കൊടുക്കാം. ഞാൻ ഈ AWS വഴി തന്നെയാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രൈവറ്റ് IP ഉപയോഗിക്കുന്നു, പബ്ലിക് IP തന്നെ ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് അപ്പാക്കി എടുത്ത് നോക്കാം. അതേപോലെ രണ്ടാമത്തെ സെർവറും ഞാനൊന്ന് അപ്പാക്കി എടുക്കുന്നു. ഓക്കെ, അപ്പായിട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ റൂട്ടായിട്ടൊന്ന് മാറുക, 2 റൂട്ടായിട്ട്. ഓക്കെ, ഓക്കെ, 2 സ്യൂഡോ വന്നു. ഇനി നമ്മളറിയാം, NFS ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കൊരു മൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോറേജ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പം നമ്മുടെ സ്റ്റോറേജ് ഇരിപ്പുണ്ട്, സെർവേഴ്സും ഉണ്ട്. ഈ സെർവറിന് സ്റ്റോറേജും കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇരിക്കുന്ന സ്റ്റോറേജിനെ മൗണ്ട് ചെയ്ത് വെക്കണം. ആ മൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മൗണ്ടിങ് പോയിന്റ് വേണം അല്ലേ. മൗണ്ടിങ് പോയിന്റിന് വേണ്ടി MKDIR അടിച്ചു ഞാൻ ഒരു മൗണ്ടിങ് പോയിന്റ് /share എന്ന് കൊടുക്കുക. /share എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഞാൻ രണ്ടറിൽ ഷെയർ. ഓക്കെ, ലാസ്റ്റ് നമുക്കൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക്
ഇത് തമ്മിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ രണ്ടിലും വേണേ, രണ്ടിലും ഒരേ ഡയറക്ടറി mkdir സ്ലാഷ് ഷെയർ. ഓക്കെ, രണ്ടിലും ഒരേ ഡയറക്ടറി വേണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു വഴി ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. EFSൻ്റെ അകത്ത് അറ്റാച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചോദിക്കും മൗണ്ടിങ് വയ DNS ആണോ IP ആണോ. നമുക്ക് IP സെലക്ട് ചെയ്ത് നോക്കാം. AP South 1A, നമ്മുടെ AP South 1B അല്ലായിരുന്നു, 1B അല്ലേ? AP South 1B അല്ലായിരുന്നു നമ്മുടെ. ഓക്കെ, 1B കൊടുത്തു. അവൈലബിലിറ്റി സോൺസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് കോപ്പി ചെയ്യാം. ആദ്യം ഇത് ടെമ്പററി, ഇത് പെർമനൻറ്റുമാണ്. നമുക്ക് ടെമ്പററി മൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പേസ്റ്റ്. ഇതിൻ്റെ ലാസ്റ്റ് കിടക്കുന്ന EFS എന്ന് പറയുന്നത് നമ്മൾ മാറ്റണം. എന്നിട്ട് നമ്മുടെ ഡയറക്ടറി, നമ്മുടെ മൗണ്ടിങ് പോയിൻ്റ് ഏതാണോ അത് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. മൗണ്ട് ചെയ്ത് നമ്മുടെ ഇതിൽ നമ്മുടെ ഇൻസ്റ്റൻസും നമ്മുടെ EFSുമായിട്ട് മൗണ്ട് ചെയ്തു. ഓക്കെ, അതേ സെയിം കാര്യം ഇവിടെയും ചെയ്യണം. അതും കോപ്പി ചെയ്ത് അതേപോലെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഷെയർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 മൗണ്ടിങ് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ കണക്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഫയല് കാര്യങ്ങൾ ഒരെണ്ണത്തിൽ ഇട്ട് നോക്കാം. മറ്റേതിൽ വർക്ക് ചെയ്യുമ്പോൾ നോക്കണമല്ലോ. എക്കോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹലോ സെർവർ, ഏത് സെർവറായത് 6520 എന്ന് പറയുന്ന ഏത് സെർവറാണ്? 6520 സാധനം സെർവർ 1. അന്നേരം നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് സെർവർ 1. ഓക്കെ, ഞാനത് ഹലോ ഇറ്റ്സ് സെർവർ 1 എന്ന് പറയുന്ന മെസ്സേജ് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ഷെയറിൻ്റെ അണ്ടറിൽ. ഷെയർ ആണല്ലോ നമ്മുടെ മൗണ്ടിങ് പോയിൻ്റ്, എന്നാലും അത് അപ്പുറത്ത് വരത്തുള്ളൂ. അന്നേരം നമ്മൾ ഇപ്പം server 1.txt എന്ന് പറയുന്നൊരു ഫയൽ ഞാൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഹലോ ഇറ്റ് സെർവർ 1 എന്ന് പറയാം. സെർവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, സെർവർ 1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കാം. നമുക്കിത് അപ്പുറത്ത് പോയെന്ന് ആക്സസ് ചെയ്ത് നോക്കാമല്ലോ. ക്യാറ്റ് ചെയ്ത് നോക്കാം. ക്യാറ്റ് സ്ലാഷ് ഷെയർ സ്ലാഷ് സെർവർ 1.txt. അപ്പോൾ ഇതിൻ്റെ അകത്തെ കണ്ടൻറ്റ് കാണാമല്ലോ, ഹലോ ഇറ്റ് സെർവർ 1. ഇതാണ് നമ്മൾ ഒരു 2 സെർവേഴ്സ് തമ്മിൽ അവരുടെ സ്റ്റോറേജ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നത്. സ്റ്റോറേജ് എന്ന് മാത്രമല്ല, നമ്മുടെ ഫയൽ സിസ്റ്റം തന്നെ ഷെയർ ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, നമുക്കെന്നാൽ ഇതിൻ്റെ രണ്ടിനെയും ഒരു ഡിഫറൻസ് നോക്കാം. അതായത് EBSൻ്റെയും EFSൻ്റെയും. ഓക്കെ, ഒരു ഡിഫറൻസ്. EBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഡിസ്ക് ബ്ലോക്ക്. ഷെയർഡ് എന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ ബ്ലോക്കായിട്ടാണ് ഷെയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക, അൺസേഫാണ്. അതേപോലെ ഒരു ഫയൽ സിസ്റ്റം നോട്ട് അവെയർ ഓഫ് മൾട്ടിപ്പിൾ റൈറ്റേഴ്സ്. ഒരേ സമയത്ത് ഒരിക്കലും രണ്ട് സെർവേഴ്സിന് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു സെർവറിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ദ ഷെയർഡ് ഡിസ്ക്. അതാണ് ആദ്യം ചെയ്തത്. അതായത് MKFS വെച്ചിട്ട് നമ്മൾ XFS വഴിയാണ് നമ്മൾ ചെയ്തത്. എന്നാലും നമ്മൾ ആദ്യം ഒരു സെർവറിൽ മാത്രമേ MKFS ഉപയോഗിച്ചുള്ളൂ, രണ്ടാമത്തെ സെർവറിൽ അത് ഉപയോഗിച്ചില്ല. അതാണ് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഒരേ സമയം സൈമൾട്ടേനിയസ്ലി റൈറ്റും റീഡും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുക, EFSൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ അതിന് XFS എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ EXT4 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ഉപയോഗിക്കണേ തന്നെ അതിൻ്റെ ഫയൽ സിസ്റ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GFS2 അല്ലെങ്കിൽ OCFS2 എന്ന് പറയുന്ന ഫയൽ സിസ്റ്റംസ് ഉപയോഗിക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ,
ഇതെന്ന് പറയുന്നത് യൂസ്ഡ് ക്ലസ്റ്റർ ആപ്ലിക്കേഷൻസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് EBS ഉപയോഗിക്കുന്നത്. അതേപോലെ ഫയൽ ഷെയറിങ്ങിന് ഇതൊട്ടും റെക്കമെൻഡഡ് അല്ല. പിന്നെ നമുക്ക് EFS നോക്കാം. EFS എന്ന് പറയുന്നത് ഷെയർഡ് ഫയൽ സിസ്റ്റം, അതായത് അത് സേഫായിട്ട് ഫയലിനെ ഷെയർ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കറപ്ഷൻ വരാൻ വേണ്ടിയിട്ട് കാരണങ്ങളൊന്നുമില്ല, കറപ്ഷൻ വരത്തില്ല. പിന്നെ AWS തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സർവീസാണിത്. പിന്നെ സപ്പോർട്ട്സ് തൗസൻഡ്സ് ഓഫ് EC2 സെർവേഴ്സ്. അറ്റ് എ ടൈമിൽ തൗസൻഡ്സ് ഓഫ് EC2 സെർവേഴ്സിന് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്തിനുണ്ട്? EFSന് ഉണ്ട്. റിയൽ ഷെയർഡ് ഫയൽസിന് പെർഫെക്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് EBS മൾട്ടി അറ്റാച്ച് ഷെയർ സ്റ്റോറേജ് ഇൻ റിയൽ ടൈം അറ്റ് ദ ബ്ലോക്ക് ലെവൽ, ബട്ട് നോട്ട് സേഫ്ലി ഫോർ നോർമൽ മൾട്ടി സെർവർ റൈറ്റിംഗ്. അതേപോലെ EFS എന്ന് പറയുന്നത് EFS ഷെയർസ് സ്റ്റോറേജ് സേഫ്ലി അറ്റ് ദ ഫയൽ സിസ്റ്റം ലെവൽ, ഡിസൈൻഡ് ഫോർ മൾട്ടിപ്പിൾ സെർവേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.